ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. ഏത്തപ്പഴം വെച്ചിട്ടുള്ളൊരു ഹൽവയാണ് ഞാനിന്നിവിടെ റെഡിയാക്കുന്നത്. ഇത് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഹൽവയാണ്. എന്നാൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ 4 നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊന്നും കറുത്തു പോയാലും കുഴപ്പമില്ല, നമുക്കത് ഹൽവ ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അത് ഞാൻ ഇതുപോലൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പച്ചയ്ക്ക് നമ്മളിത് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലൊന്ന് പുഴുങ്ങിയിട്ട് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഇതൊന്ന് പുഴുങ്ങി എടുത്തേക്കുന്നത് കൊണ്ട് ഉടച്ചെടുക്കാൻ വളരെ ഈസിയാണ്. ഇതിനിപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പാച്ചുല ഉപയോഗിച്ചോ നല്ലതായിട്ട് ഉടച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ നല്ലതായിട്ട് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ സ്വല്പം കട്ടയൊക്കെ അത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയും നമുക്ക് ഇതിനാവശ്യമുള്ളതെന്ന് പറയുന്നത് ശർക്കരപ്പാനിയാണ്. അതിനായിട്ട് ഏകദേശം ഒരു 350 ഗ്രാം ശർക്കര ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതവിടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. അതൊന്ന് റെഡിയാകുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുക. ഈ അലുവയ്ക്കൊക്കെ നമ്മൾ കാഷ്യൂ നട്ട് ചേർക്കുമല്ലോ, അപ്പോൾ അതാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതിനൊരു കണക്കൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നിറം ഒട്ടും മാറിപ്പോവേണ്ട, നല്ല വൈറ്റ് കളറിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ആ നെയ്യിലേക്ക് തന്നെ മുമ്പേ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഏത്തക്ക ഉടച്ചു വെച്ചില്ലേ, ഏത്തപ്പഴം, അത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ നെയ്യിൽ കിടന്ന് ഇതൊന്ന് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നെയ്യും കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ മിക്സ് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നെയ്യിൽ മാത്രമാണിത് റെഡിയാക്കുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ വെജിറ്റബിൾ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്യുകയെന്ന് വെച്ചാൽ രണ്ടും ഈക്വൽ എമൗണ്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം ആ ഏത്തക്കയിൽ പിടിച്ചിട്ടുണ്ട്. ആ നെയ്യിൽ കിടന്നാണ് അത് വരണ്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് മുമ്പേ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയില്ലേ, ആ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നല്ല കറുത്ത ശർക്കരയാണ്, അതുകൊണ്ടാണ് നല്ല ബ്ലാക്ക് കളർ കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ബ്രൗൺ ഷുഗറും ഇതുപോലെ തന്നെ നമ്മൾ ഇളക്കി വരുമ്പോൾ ഹൽവയ്ക്ക് ഇതുപോലെ ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ. അപ്പം അത് ഉരുക്കേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ ശർക്കരപ്പാനിയിൽ നമ്മുടെ ഏത്തപ്പഴം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു മധുരം നമുക്ക് കിട്ടണം. ഇപ്പോൾ നിങ്ങൾക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ശർക്കരപ്പാനി ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. തീ ഒട്ടും കൂട്ടി വയ്ക്കരുത്, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് ഏകദേശം നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കാവുന്നതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടും അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ആ ശർക്കരപ്പാനി എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് വരട്ടിയെടുക്കണം. ഈ നെയ്യുടെ ടേസ്റ്റും ഏത്തക്കയുടെ ടേസ്റ്റും അതുപോലെ ശർക്കരയുടെ ടേസ്റ്റും എല്ലാം ബാലൻസായി വരുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കൊരു ഹൽവ റെഡിയായി കിട്ടുന്നത്. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിന് ഏകദേശം നമുക്കൊരു 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ നെയ്യ് ആവശ്യമുണ്ട് കേട്ടോ. ഞാനിവിടെ 4 ഏത്തപ്പഴത്തിൻ്റെ ഒരു കണക്കാണ് പറയുന്നത്. ഏകദേശം 4-5 ടേബിൾ സ്പൂണ് നെയ്യുടെ ആവശ്യമുണ്ട്. നമ്മൾ നെയ്യ് എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രയും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഹൽവയ്ക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.
അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. കണ്ടേ, ഇപ്പോൾ ഏകദേശം ഒരു ഹൽവയുടെ പരുവത്തിൽ നമുക്കായി കിട്ടുന്നുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒത്തിരി നേരം പിന്നെ വഴറ്റേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഏത്തപ്പഴം മാത്രം വെച്ചല്ല നമ്മൾ ഹൽവ റെഡിയാക്കാവുന്നത്. ചെറുപഴം ഉപയോഗിച്ചും അതുപോലെ തന്നെ റോബസ്റ്റ പഴം ഒക്കെ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഹൽവ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒത്തിരി ഏത്തപ്പഴം ഉണ്ട്, നമുക്കിനി ഒത്തിരി ബാലൻസ് വെച്ചുകൊണ്ട് ഇരുന്ന് കറുത്ത് പോകുന്നു എന്നൊക്കെ വിചാരിച്ചാൽ ഇതുപോലെ ഹൽവയാക്കി റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും അത് കഴിച്ച് പെട്ടെന്ന് തീർക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഷമം വരുത്തുമില്ല. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഏലക്ക പൊടിച്ചതാണ്. പഞ്ചസാരയുടെ കൂടെ ഏലക്കയും കൂടെ പൊടിച്ചതാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ നെയ്യെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഒരു പതപത പോലെ കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ നെയ്യെല്ലാം അത് തെളിഞ്ഞു വരുന്നതാണ് കാണുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യുടെ ഒരു 1/4 ഭാഗോളം തന്നെ നമുക്ക് അതിൽ നിന്ന് തിരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ശരിക്കും നല്ലതായിട്ട് ഇപ്പോൾ പതഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഇത് പരുവായോ നോക്കുന്നത് നമ്മുടെ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് നോക്കണം. അപ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് കറക്റ്റ് പരുവായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പം ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടി നോക്കിയതാണ്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ഉരുണ്ട് കിട്ടുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പരുവാണ് ഹൽവയുടെ പരുവെന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൽവ റെഡിയായി. ഇതിങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ആ നെയ്യെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം കേട്ടോ, നമ്മളൊന്ന് സൈഡ് ചരിച്ചു കൊടുത്താൽ മതി. ആ നെയ്യെല്ലാം അങ്ങ് പാത്രത്തിൻ്റെ ഒരു സൈഡിലോട്ട് പോന്നോളൂ. അതിനുശേഷം ഇതിങ്ങനെ കഴിക്കാവുന്നതാണ് തണുത്ത് കഴിയുമ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹൽവ പീസ് പോലെ മുറിച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കാണിക്കാം കേട്ടോ. പാത്രം ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചരിക്കുമ്പോൾ അതിൽ നിന്ന് ആ നെയ്യെല്ലാം, നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം കണ്ടോ സൈഡിലോട്ട് വരുന്നത്. കുറച്ച് നേരം കൂടെ വെച്ചാൽ ഏകദേശം ഒരു മിനിറ്റും കൂടെ വെച്ചാൽ മതി. അന്നേരത്തിന് ആ നെയ്യെല്ലാം ഒരു സൈഡിലോട്ട് ഇതുപോലെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം ഇതുപോലെ സൈഡിൽ വരും. ഇപ്പം ഞാനിവിടെ ഒരു ഹൽവയുടെ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ് പാത്രത്തിൽ കുറച്ച് വൈറ്റ് എള്ളും അതുപോലെ തന്നെ ഒരു 3-4 കാഷ്യൂ നട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഹലുവ ഇല്ലേ, അത് ഇതുപോലെ ആ പാത്രത്തിൽ നിരത്തി കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടാറുന്നതിന് മുന്നേ വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ. ആ ചൂടോടുകൂടി തന്നെ ചെയ്താലേ നമുക്കിത് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതിൻ്റെ മുകളെല്ലാം നമ്മൾ നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു ഗ്ലാസ് ടംബ്ലറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടി വരുന്ന ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഹൽവ കറക്റ്റ് ഷേപ്പിലും അതുപോലെ തന്നെ കറക്റ്റ് ഒരു പെർഫെക്റ്റ് ലുക്കിലും ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ കണ്ട അതിൻ്റെ മുകൾ ഭാഗം നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു മണിക്കൂറോളം ഒന്ന് ചൂട് പോകാനായിട്ട് വെക്കണം. നല്ലതായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കതൊരു കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ ചൂടാറിയതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡിലെല്ലാം കത്തി കൊണ്ടൊന്ന് വിടുവിച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് കമത്തി വയ്ക്കുക. അത് കമത്തി വയ്ക്കുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലെയറായിട്ട് വെച്ച വൈറ്റ് എള്ളും കാഷ്യൂ നട്ടുമാണ് ഏറ്റവും ഫ്രണ്ടിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ഹൽവയാണ്. അതുപോലെ തന്നെ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് മതി. വളരെ പെട്ടെന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്നതാണ്.
കടയിൽ നിന്നൊന്നും പിള്ളേർക്ക് മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, മുറിച്ചപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് പീസ് പീസായിട്ട് കിട്ടുന്നത്. കറക്റ്റ് ഒരു ഹൽവയുടെ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ ഓൾറെഡി കഴിച്ചു നോക്കിയായിരുന്നു. മധുരവും അതുപോലെ തന്നെ എല്ലാം നല്ല കറക്റ്റ് പരുവത്തിനാണുള്ളത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.